നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനുവേണ്ടി സ്വന്തം ആരോഗ്യം കളയാൻ പോലും അവർക്ക് മടിയില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് ഒരു നാണമില്ലാതെ നുണയും പറയുക. ഗിരിയേട്ടൻ വലിയ കലിപ്പനാണെന്നല്ലേ വെപ്പ്. ഇതൊന്നും കേട്ടിട്ട് ദേഷ്യം വരുന്നില്ലേ? അമ്മയോടും കുഞ്ഞാറ്റോടും സ്വപ്നയോടും ഒന്നും പ്രതികരിക്കാൻ തോന്നുന്നില്ലേ? എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും അമ്മ അമ്മയാണ്. എനിക്ക് എന്റെ അമ്മയെ തള്ളി പറയാൻ പറ്റില്ല. ആണോ? ജനിച്ചപ്പോ തന്നെ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടതാ. അന്നു മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേച്ചിയാ. എന്റെ ജീവിതത്തിൽ അമ്മയുടെ സ്ഥാനം ചേച്ചിക്കാ. എന്റെ ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ അവരുടെ കൂടെ നിൽക്കൂ. ഇതിപ്പോ ന്യായവും ചേച്ചിയുടെ ഭാഗത്താ. അപ്പൊ പിന്നെ പറയാനുണ്ടോ? ചേച്ചി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരനുഭവിക്കും. നിനക്ക് ഈ പ്രതികാരം ചെയ്യുന്ന പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? ഇതാദ്യം ഗിരിയേട്ടൻ അമ്മയോട് പറ. അവര് നിർത്തിയാ ഞാനും നിർത്താം. ഇങ്ങനെയാണെങ്കിലേ നീ ഇവിടെ താമസിക്കണ്ട. വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വയ്ക്കോ. പോവാം. അല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കൊതി തോന്നിയിട്ട് വന്നൊന്നും അല്ല. എന്റെ ചേച്ചി ഈ വീട്ടിൽ സുരക്ഷിതയല്ലാന്ന് തോന്നിയതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മഞ്ജുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വെറുതെ ചിരിപ്പിക്കല്ലേ. ഈ വീട്ടിൽ വെച്ച് 2 തവണയാ എന്റെ ചേച്ചി തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അന്നും ഗിരിയേട്ടൻ ഈ വീട്ടിലുണ്ടായിരുന്നില്ലേ? ചുറ്റുമുള്ളവര് ശത്രുക്കളാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ചേച്ചിക്ക് സ്വന്തം കാര്യം നോക്കാനെങ്കിലും പറ്റിയേനെ. മതി. ഇനി നിന്നോട് ഞാൻ തർക്കിച്ച് സമയം കളയുന്നില്ല. നാളെ രാവിലെ തന്നെ നീ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോണം. ഞാൻ പോയിക്കോളാം. പക്ഷേ അതിനു മുൻപ് ഞാൻ ചേച്ചിയോട് എല്ലാ സത്യങ്ങളും പറയും. നീ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഗിരിയേട്ടാ, ഇതൊക്കെ നിർത്താൻ ഇതിനേക്കാളും എളുപ്പമുള്ളൊരു വഴിയുണ്ട്. അതെന്താ? ഭാനുമതി അമ്മ പൂജ എന്തിനാ നടത്തിയെന്ന് ചേച്ചിയോട് ഗിരിയേട്ടൻ തന്നെ തുറന്നു പറഞ്ഞാ മതി.